അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, നാളെ വെള്ളിയാഴ്ച ദിവസമാണ്. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറാൻ നമ്മൾ അള്ളാഹുവിനോട് എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിച്ചാലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പെട്ടെന്ന് നിറവേറ്റി തരിക. അപ്പോൾ അതിനെക്കുറിച്ചിട്ടും ഒരു ദിവസം കൊണ്ട് ഞാൻ ചെയ്തിട്ട് എനിക്ക് ഫലം കിട്ടിയ കാര്യത്തെക്കുറിച്ചിട്ടൊക്കെ കേട്ടോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇനി ഞാൻ ഒറ്റ ദിവസം കൊണ്ട് ഉത്തരം കിട്ടി പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്തിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അങ്ങനെയൊന്നും പറയരുത്. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ അള്ളാഹു പെട്ടെന്ന് നമുക്ക് ഉത്തരം തരും, അല്ലെങ്കിൽ അത് കുറച്ച് വൈകിപ്പിച്ചും, അല്ലെങ്കിൽ അതിലേറെയും കുറച്ച് വൈകിപ്പിച്ചും, അല്ലെങ്കിൽ ആ ഒരു നമ്മൾ ചോദിക്കണ കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തേക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കും. എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നിരാശപ്പെടുത്തൂല. നമ്മളെ കാര്യങ്ങളൊക്കെ അള്ളാഹു നമുക്ക് നിറവേറ്റി തരും. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെയുണ്ട്. ആ ഒരു ഉറച്ച വിശ്വാസത്തിൽ നമ്മൾ അമലുകൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫലം കിട്ടും, അത് ഉറപ്പാണ്. നമ്മളൊരു വിശ്വാസമില്ലാതെ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒന്നിനൊരു ഫലം കിട്ടാത്തത്. എനിക്ക് കിട്ടിയിരിക്കണം കേട്ടോ, ഞാൻ ചെയ്തിട്ട് എനിക്ക് ഫലം കിട്ടിയിരിക്കണേ. അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ ഞാൻ എൻ്റെ അടുത്തുള്ള അദ്കാറിൻ്റെ ബുക്കിലുള്ളതാണ് കേട്ടോ. അത് ഞാൻ വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല. നിങ്ങൾക്ക് അത്രയ്ക്കും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് ലൈവിലായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്, ലൈവ് ഇടുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് നമ്മൾ പറയണത് മനുഷ്യൻ്റെ ജീവിതത്തിൽ നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. അപ്പം നമുക്ക് ദിനം പ്രതി ഒരുപാട് ആഗ്രഹങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഓരോരുത്തർക്കും പലവിധ ആഗ്രഹങ്ങളുണ്ട് അല്ലേ? നല്ല ജോലി, ആരോഗ്യം, സന്തോഷമുള്ള കുടുംബജീവിതം, കടബാധ്യതയിൽ നിന്ന് മോചനം, മക്കളുടെ നന്മ, ഇഹലോകത്തും പരലോകത്തൊക്കെയുള്ള വിജയം, മലക്കുകളുടെ ഒരു എത്തി എന്ന് പറഞ്ഞാൽ അവരൊക്കെ നമ്മളെല്ലാവരും നല്ല രീതിയിൽ കാണണം. നല്ല രീതിയിൽ ഇപ്പോൾ നമ്മളെ അടുത്തേക്ക് ദിനം പ്രതി മലക്കുകൾ വരുന്നുണ്ട്. നമ്മളെന്താ ചെയ്യണതൊക്കെ അള്ളാഹുവിനോട് പോയി പറഞ്ഞു കൊടുക്കണ്ടില്ലേ? അല്ലാതെ തന്നെ അള്ളാഹു കാണുന്നുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ ഓരോ ഹദീസ് നമ്മളൊരു വിശ്വാസമാണല്ലോ അങ്ങനത്തെ ഒക്കെ. അപ്പോൾ മക്കളുടെ നന്മ, ഇഹലോകത്തും പരലോകത്തും വിജയം എന്നിവയൊക്കെയാണ് പലരുടെയും പ്രാർത്ഥനകൾ. അപ്പോൾ ഒരു ഇതുണ്ടല്ലോ, നമ്മൾ തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം 1000 പ്രാവശ്യം, അതായത് നമ്മൾ അർദ്ധരാത്രി എണീറ്റ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് നമ്മളൊന്ന് ഉറങ്ങി എണീറ്റിയാൽ നമുക്ക് സുന്നത്തുള്ള നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം. അപ്പോൾ ആ തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ എന്നുള്ള ഈ പവിത്രമായ ഇസ്മുൽ അഅ്ളം ഉണ്ട് എന്ന് പറഞ്ഞ ഈ പ്രാർത്ഥന, ഈ ദിക്ർ നമ്മൾ 1000 പ്രാവശ്യം നമ്മൾ ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹങ്ങളൊക്കെ പെട്ടെന്ന് നിറവേറും. അപ്പോൾ അങ്ങനെ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പം നമ്മളങ്ങനെ ഒരു ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മലക്കുകൾ വന്നിട്ട് നോക്കുമ്പോൾ എന്താണ് ഈ അടിമ അള്ളാഹുവിനോട് ചോദിക്കണത്, എന്നിട്ട് ആ കാര്യം അള്ളാഹുവിനോട് ഈ മലക്കുകൾ ചെന്ന് പറയൂ അത്രേ. ഇന്ന ആൾ ഇന്ന കാര്യം അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്, പാതിരാത്രി എല്ലാവരും കടന്നുറങ്ങുന്ന സമയത്ത് എണീറ്റ് ചോദിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പറയുമ്പോൾ അവർ അള്ളാഹുവിനോട് പറഞ്ഞു കൊടുക്കും. അപ്പോൾ നമ്മളെ ആഗ്രഹങ്ങളൊക്കെ പെട്ടെന്ന് നിറവേറാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഒരുപാട് പേർക്ക് അത് ചെയ്തിട്ട് ഫലം കിട്ടിയിരിക്കണം കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ചെയ്തിട്ട് ഫലം കിട്ടിയിരിക്കണമെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റാൻ ഏറ്റവും നല്ല മാർഗ്ഗം അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക എന്നതാണ്. അതിലൊരു സംശയവും വേണ്ട. ചിലർ ഞാൻ പറഞ്ഞില്ലേ പാതിരാത്രി എണീറ്റിട്ട് അങ്ങനെ നിസ്കരിച്ചിട്ട് അങ്ങനെ ദുആ ചെയ്യണവരുണ്ട്. ചിലർ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ കുറേ വട്ടം ഓതിയിട്ട് അങ്ങനെ ദുആ ചെയ്യണവരുണ്ട്. സ്വലാത്ത്, ദിക്ർ അങ്ങനെ ഒരുപാട് നേർച്ചയാക്കിയിട്ടൊക്കെ ചൊല്ലുന്നവരുണ്ട്. പല രീതിയിലാണ് പല ആളുകളും ചെയ്യണത് അല്ലേ? വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. അതിനാൽ ഒരു വിശ്വാസി ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത്. അള്ളാഹു എല്ലാ പ്രാർത്ഥനകളും കേൾക്കുന്നവനും ഏറ്റവും നല്ല സമയത്ത് ഏറ്റവും നല്ല രീതിയിൽ മറുപടി നൽകുന്നവനുമാണ്. അത് ഞങ്ങളോട് പറഞ്ഞല്ലോ, അള്ളാഹു ഒരിക്കലും കൈവിടൂല, അള്ളാഹു കൂടെയുണ്ട്. ഏറ്റവും നല്ല സമയത്ത് നല്ല രീതിയിൽ നമുക്ക് അതിനുള്ള മറുപടി നൽകുന്നവനാണ്.
ദുആ ചെയ്യുമ്പോൾ ആദ്യം അള്ളാഹുവിനെ സ്തുതിക്കുകയും തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുകയും ചെയ്യുന്നത് ഉത്തമമാണ്. അങ്ങനെ ചെയ്യണം കേട്ടോ. അല്ലാതെ നമ്മളിങ്ങനെ അള്ളാഹുവെ അങ്ങനെ പ്രാർത്ഥിക്കണേ, അങ്ങനെ പ്രാർത്ഥിക്കുക. എല്ലാ പ്രാർത്ഥനയ്ക്കും അതിൻ്റേതായിട്ടുള്ള മഹത്വങ്ങളുണ്ട്. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുമ്പം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്നുകൊണ്ട് ഹംദും സ്വലാത്തും കൊണ്ട് തുടങ്ങുകയും വേണം. ഹംദും അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് നബിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലിക്കാണ്ട് അവസാനിപ്പിക്കുകയും വേണം. അങ്ങനെ ചെയ്താൽ ആ പ്രാർത്ഥന ഒരിക്കലും തട്ടിക്കളയില്ല എന്നാണ്, അത് ഉറപ്പാണ്. അപ്പോൾ നമ്മളിപ്പോൾ പണികളൊക്കെ എടുക്കുമ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലൊക്കെ അതിന് തുടക്കത്തിൽ നമുക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, വേറെ ഒരു മുടക്കൂല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുവേ എൻ്റെ കടങ്ങൾ നീ വീട്ടിക്കൊണ്ട് അല്ലാഹുവേ കടങ്ങൾ വീട്ടിക്കൊണ്ട് റഹ്മാനെ, അല്ലാഹുവേ കടങ്ങൾ വീട്ടിക്കൊണ്ട് അല്ലാഹു എനിക്ക് നല്ലൊരു ജോലി തരണം റഹ്മാനെ, നല്ലൊരു ജോലി തരണം റഹ്മാനെ, അല്ലാഹുവേ നല്ലൊരു ജോലി തരണം റഹ്മാനെ, നല്ല ശമ്പളമുള്ള ജോലി തരണം റഹ്മാനെ, നല്ല ശമ്പളമുള്ള ജോലി തരണം റഹ്മാനെ, നല്ല ശമ്പളമുള്ള ജോലി തരണം റഹ്മാനെ. പിന്നെ അള്ളാഹിനോട് ഇങ്ങനെ പറയാം, അല്ലാഹുവേ നീ അല്ലാതെ എന്നെ സഹായിക്കാൻ ആരുമില്ല, ഒരടിമയും നമ്മളെ സഹായിക്കില്ല, നമ്മളെ കയ്യിലുണ്ടെങ്കിൽ തന്നെ ഉള്ളൂ നമുക്ക് ഉണ്ടാവുകയുള്ളൂ, അല്ലാതെ ആരും നമ്മളെ സഹായിക്കില്ലല്ല, നീ അല്ലാതെ ആരും സഹായത്തിനില്ലല്ല, എൻ്റെ വിഷമമൊക്കെ നീ അറിയുന്നവനാണല്ലോ, നീ കേൾക്കുന്നവനാണല്ലോ അല്ലാഹുവേ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നീ നിറവേറ്റി തരണം റഹ്മാനെ, ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി തരണേ റഹ്മാനെ, അല്ലാഹു എൻ്റെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി തരണം റഹ്മാനെ. പിന്നെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ദുആണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഅന്നക അൻതല്ലാഹുൽ വാഹിദുൽ അഹദുസ് സമദുൽ ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഅന്നക അൻതല്ലാഹുൽ വാഹിദുൽ അഹദുസ് സമദുൽ ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഅന്നക അൻതല്ലാഹുൽ വാഹിദുൽ അഹദുസ് സമദുൽ ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരാൾ ചോദിച്ചു, അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞതാണ് കേട്ടോ ഇത്, ചോദിച്ചാൽ ഉത്തരം ലഭിക്കുന്ന ഇസ്മുൽ അഅ്ലം കൊണ്ട് നീ പ്രാർത്ഥിച്ചിരിക്കുന്നു. അതാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഅന്നക അൻതല്ലാഹുൽ വാഹിദുൽ അഹദുസ് സമദുൽ ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എനിക്ക് ഫലം കിട്ടിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും ലൈവിലിടുമ്പോഴൊക്കെ ഞാനിത് പറഞ്ഞു തരുന്നത് എന്താ അറിയോ, എനിക്ക് ഫലം കിട്ടിയതാണ്, അത് നിങ്ങൾക്കും ഫലം കിട്ടിക്കോട്ടെ വെച്ചിട്ടാണ് പറഞ്ഞു തരുന്നത്. ഇതിൽ ഇസ്മുല്ലാണ്ട്. അപ്പോൾ നമ്മൾ എന്തൊരു കാര്യം ചോദിക്കുമ്പോഴും ഹംദും സ്വലാത്തും കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുക, അള്ളാഹു നമുക്ക് പെട്ടെന്ന് ഉത്തരം നൽകും. ആ സമയത്ത് എന്താണോ അനുയോജ്യമായത് ആ രീതിയിൽ ആ കാര്യം നടക്കും. അപ്പോൾ ദുആ ചെയ്യുമ്പോൾ ആദ്യം അള്ളാഹുവിനെ സ്തുതിക്കുകയും തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുകയും ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. ഹൃദയം നിറഞ്ഞ ആത്മാർത്ഥതയോടെയും വിനയത്തോടെയും പൂർണ്ണ വിശ്വാസത്തോടെയും ദുആ ചെയ്യണം. എനിക്ക് എൻ്റെ റബ്ബ് തരും, എൻ്റെ റബ്ബ് എന്നെ നിരാശപ്പെടുത്തൂല, എനിക്ക് കിട്ടും, അങ്ങനെ നല്ല വിശ്വാസത്തോടു കൂടി ചെയ്യാം. ഹലാൽ മാർഗത്തിലൂടെയുള്ള ജീവിതവും പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള ശ്രമവും ദുആയുടെ സ്വീകരണത്തിന് സഹായകമാണ്. അള്ളാഹു ചിലപ്പോൾ ഞാൻ ചോദിച്ചതു തന്നെ നൽകും. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒറ്റ ദിവസം കൊണ്ട് ഉത്തരം കിട്ടിയിരിക്കണേ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അങ്ങനെ നമ്മൾ പറയാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഇനി പറയുന്നത്. അള്ളാഹു ചിലപ്പോൾ ഞാൻ ചോദിച്ചതു തന്നെ നൽകും, ചിലപ്പോൾ അതിലും മികച്ചത് നൽകും, ചിലപ്പോൾ ഒരു വലിയ ആപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നതിനായിരിക്കും ആ ദുആയുടെ ഫലം. അതിനാൽ ഒരു വിശ്വാസി ഒരിക്കലും നിരാശനാകരുത്. ക്ഷമയും വിശ്വാസവും അള്ളാഹുവിലുള്ള തവക്കലും നിലനിർത്തണം. നമ്മൾ എന്തുണ്ടെങ്കിലും ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അള്ളാഹുവിനെ ഏൽപ്പിക്കുക, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്,
അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നവൻ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. അവന് ഉത്തരം നൽകുന്നവനാണ്. അതിനാൽ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അള്ളാഹുവിന് മുമ്പിൽ സമർപ്പിക്കുകയും അവനിൽ മാത്രം ആശ്രയിക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മുടെ നന്മയുള്ള എല്ലാ ആഗ്രഹങ്ങളും സ്വീകരിച്ച് ഇഹലോകത്തും പരലോകത്തും വിജയം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 4 മാസമൊക്കെ കൊണ്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ ഇങ്ങനെ തുടങ്ങാനും അതൊക്കെ ആ സമയത്ത് നമ്മൾ വിഷമിച്ചിരിക്കുന്ന സമയത്തൊക്കെ, കാരണം ഒരുപാട് കടങ്ങളുണ്ട്, ഒരുപാട് ലോണുണ്ട്. അങ്ങനെയൊക്കെ അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്ത് അങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴാട്ടോ എനിക്കിങ്ങനെ കിട്ടിയത്. ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല എനിക്കിങ്ങനെ മോണിറ്റൈസ് ആവും എന്നുള്ളത്. പക്ഷേ പൈസ ഒന്നും കിട്ടാൻ തുടങ്ങിയിട്ടില്ല. അതിന് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിത് പറയുന്ന കാര്യം പറഞ്ഞു കൊടുക്കുക, പറയുകയാണെങ്കിൽ നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്നല്ലേ. അപ്പോൾ എനിക്ക് എൻ്റെ അനുഭവത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുമായി പങ്കുവെക്കാൻ കരുതിയിട്ടാണ്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നൊരു ഇസ്മാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അൽ വാഹിദു. വാഹിദു യാ അല്ലാ. അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു ഇസ്മാണിത്. അപ്പോൾ ഈ ബുക്കിലുള്ളത് ഞാൻ വായിച്ചു തരാം കേട്ടോ. ഈ അദ്കാറിലുള്ളതാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. 1000 തവണ ഇത് ചൊല്ലിയാൽ മനസ്സിൽ നിന്ന് വിഷമങ്ങൾ നീങ്ങുന്നതാണ്. ഒരാൾ തൻ്റെ ദുആയിൽ ഇങ്ങനെ പറഞ്ഞു, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്താണ്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി അന്നക അൻതല്ലാഹുൽ വാഹിദുൽ അഹദുസ് സ്വമദുല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, ചോദിച്ചാൽ ഉത്തരം ലഭിക്കുന്ന ഇസ്മുൽ അഅ്ലം കൊണ്ട് നീ പ്രാർത്ഥിച്ചിരിക്കുന്നു. യാ വാഹിദുൽ ബാഖി അവ്വല കുല്ല ഷൈഇൻ വ ആഖിറഹു എന്ന് ചൊല്ലുന്നവൻ്റെ മനസ്സിൽ നിന്ന് ചീത്ത ചിന്തകൾ അകലുന്നതും, ഭരണാധികാരിയെ ഭയക്കുന്നവൻ ളുഹർ നിസ്കാരത്തിന് ശേഷം 500 തവണ ചൊല്ലിയാൽ ഭയം നീങ്ങുന്നതും വിഷമം അകലുന്നതുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചൊല്ലാനുള്ള തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്ക് എന്ത് പ്രയാസമാണെങ്കിലും എന്ത് വിഷമങ്ങളാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണെങ്കിലും അതിനെന്താണോ പരിഹാരമാർഗം അതൊക്കെ ചെയ്ത് സന്തോഷത്തിലും റാഹത്തിലൊക്കെ ആക്കി തരട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.